മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയുള്ള നേതാക്കളെ അടർത്തിയെടുത്ത് സ്വതന്ത്രരായി മത്സരിപ്പിച്ച് മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുക CPM പരീക്ഷിച്ച് വിജയിച്ച തന്ത്രങ്ങളിലൊന്നാണിത്. ഇത്തരം തന്ത്രങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ആവിഷ്കാരം നടന്ന ഒരിടമാണ് കൊടുവള്ളി. അവിടെ നേരത്തെ MLA ആയിരുന്ന കാരാട്ട് റസാഖ് ഇന്നലെ അദ്ദേഹം പാർട്ടിയുമായുള്ള അല്ലെങ്കിൽ CPM-മായുള്ള ബന്ധം ഉപേക്ഷിച്ച് വീണ്ടും മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്തി. ഒപ്പം കൊടുവള്ളിയിൽ ഇന്നലെ നടന്ന PK ഫിറോസിന്റെ കൺവെൻഷനിലടക്കം പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും നമുക്കൊപ്പം അദ്ദേഹമുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഒരു CPM സഹയാത്രികനായി അല്ലെങ്കിൽ ഇടത് സ്വതന്ത്രനായി മാറിയത്? CPM ഇടത് സ്വതന്ത്രനായി മാറിയത് മതനിരപേക്ഷതയും അഴിമതിയുമില്ലാത്ത ഒരു സംവിധാനമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതിന്ന് ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് പാർട്ടി മാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. താങ്കളെ എങ്ങനെയാണ് ഇത് പിക്ക് ചെയ്തത്? താങ്കൾ ലീഗിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലീഗിന്റെ ജനപ്രതിനിധിയൊക്കെ ആയ ആളായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് താങ്കളെ ഈ CPM അടർത്തിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അല്ല, എന്നെ ബലം പ്രയോഗിച്ച് ചില ആളുകൾ ഇടതുപക്ഷ പാളയത്തിലെത്തിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി ഇളമരം കരീമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്താണ് അന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരനുഭവം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ സഹയാത്രികനായി ഞാൻ മത്സരിച്ചിട്ടുള്ളത്. ഏതായാലും ആ മത്സരത്തിൽ പ്രതീക്ഷകൾക്കപ്പുറം ഞാൻ കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച് ഇടതുപക്ഷത്തിന് ഒരു കാലത്തും ലഭിക്കാത്ത ഒരു മണ്ഡലം എൻ്റെ വരവോട് കൂടി പിടിച്ചെടുത്ത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ ചില ആളുകൾ എന്നെ കാലുവാരുകയും അത് സംബന്ധിച്ച് ഞാൻ പരാതികൾ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുകയോ പരാതിയിൽ പറയപ്പെടുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്യാത്തൊരു സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് തന്നെ വ്യക്തിപരമായി ഇതിനോട് ഈ പ്രസ്ഥാനത്തോട് യോജിപ്പില്ലാതെ മനമടത്ത് മുമ്പോട്ട് പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ, അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് സ്രാജ് ഫ്ലൈ ഓവർ അണ്ടർപാസ് പദ്ധതി. 55 കോടി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ താല്പര്യമെടുത്താണ് കൊടുവള്ളിക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ PT റഹീമും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും ചേർന്ന് അത് വേണ്ട എന്നുള്ള രൂപത്തിലേക്ക് എന്നെ പരാജയപ്പെടുത്തുകയും അത് CPM-ൻ്റെ ചില നേതാക്കന്മാരെ കൂട്ടുപിടിച്ച് മന്ത്രി റിയാസിനെ ബന്ധപ്പെട്ട് ആ പദ്ധതി അട്ടിമറിക്കുകയും ചെയ്തതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പരിഹരിക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയെങ്കിലും ആ വികസന പ്രവർത്തനങ്ങൾ നടത്താനാവശ്യമായുള്ള സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് എത്തിയ സമയത്ത് പോലും, ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് പോലും അതിന് പരിഹാരമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു പോകാനും CPM-ൻ്റെ സഹയാത്രി ബന്ധം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടുള്ളത്.
അതുകൊണ്ടാണ് ഇന്നലെ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഷാദിഖലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം എനിക്ക് പാർട്ടിയിൽ അംഗത്വം നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇനി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പാർട്ടിക്ക് വേണ്ടി എല്ലാ അനുകൂല ഘടകങ്ങൾ ഉണ്ടാക്കുവാനും തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ UDFിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനം. താങ്കളെ ആരാണ് കാല് വാരിയത്? അങ്ങനൊരു CPMൻ്റെ ഭാഗത്തു നിന്നാണോ അതോ ഈ PT റഹീമിൻ്റെ ഒക്കെ അനുയായികളുടെ ഭാഗത്തു നിന്നാണോ, ഏത് ഭാഗത്തു നിന്നാണ് കാലുവാരൽ നടന്നത്? അല്ല, PT റഹീമിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ആളുകൾ, അതോടൊപ്പം തന്നെ CPMൻ്റെ ചില നേതാക്കന്മാരും അതിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അത് ഞാൻ പരാതിയിൽ മെൻഷൻ ചെയ്ത് സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും കത്ത് നൽകിയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഒരു നടപടിയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഈ സമയം എത്താൻ ഞാൻ ആഗ്രഹിച്ചത്. ഇന്നലെ TP രാമകൃഷ്ണനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലുമുള്ള പരാതി പാർട്ടിക്ക് അല്ലെങ്കിൽ CPMന് ലഭിച്ചിട്ടില്ല. ഒപ്പം എല്ലാ അർത്ഥത്തിലും താങ്കളെ പരിഗണിച്ചു, 2 തവണ മത്സരിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സ്ഥാനം തന്നെ സർക്കാരിൻ്റെ മന്ത്രിസാക്ഷേമ ബോർഡിൻ്റെ സ്ഥാനം തന്നെ നൽകുന്നു. അങ്ങനെ എല്ലാ രീതിയിലും പാർട്ടി താങ്കളെ ഉൾക്കൊണ്ടിരുന്ന ആളാണ്. ഇത്തരമൊരു പരാതിയുള്ള കാര്യം നേതാക്കളോടൊന്നും അദ്ദേഹം താങ്കൾ പറഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഞാൻ TP രാമകൃഷ്ണൻ അദ്ദേഹത്തിനല്ല പരാതി നൽകിയത്. അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. അതേപോലെ ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തത് അന്നത്തെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി മോഹൻ മാഷ് കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. അത് അവർക്ക് മാത്രമേ അത് കിട്ടിയോ കിട്ടിയില്ലേ, അത് സംബന്ധിച്ച് എന്താണ് തീരുമാനമെടുത്തത് അല്ലെങ്കിൽ എന്താണ് എടുക്കാതിരുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അല്ലാതെ ഞാൻ LDFൻ്റെ കൺവീനർക്ക് പരാതി കൊടുത്തിട്ടില്ല. ഇത്തവണ താങ്കൾ മത്സരിക്കുന്ന ചില സാധ്യതകളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു, താങ്കളെയും പരിഗണിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞപ്പോൾ സ്വതന്ത്രരെ തേടിയുള്ള ഒരു അലച്ചിലായിരുന്നു കുറച്ച് നാളുകൾ CPM. ഈ ലീഗിൽ നിന്നുള്ള അസംതൃപ്തരായ പുതിയ ആളുകളെ കിട്ടുമോ എന്നുള്ള ഒരു തെരച്ചിൽ നടത്തി പല ആളുകളെയും സമീപിച്ചു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ താങ്കളെ വലിയ തോതിൽ അവഗണിക്കുകയായിരുന്നു. അതായത് MLA ആയിരുന്ന ആൾ, കഴിഞ്ഞ തവണ മത്സരിച്ച ആൾ. പക്ഷേ ഇത്തവണ താങ്കളെ പൂർണ്ണമായും CPM അവഗണിച്ചു എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ? എന്നെ അവഗണിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ തന്നെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ളത്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വളരെ അനുകൂല സാഹചര്യമുണ്ടായിട്ടും എനിക്ക് വിജയസാധ്യത ഉറപ്പുള്ള സാഹചര്യമുണ്ടായിട്ടും എന്നെ പരാജയപ്പെടുത്താൻ ഈ പറഞ്ഞ ആളുകൾ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് വീണ്ടും അവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം നിയോജകമണ്ഡലത്തിലുള്ളത് കൊണ്ട് ഇന്ത്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഒന്ന്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം, ചെറിയ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്ക് മറ്റാരെങ്കിലും കണ്ടെത്താൻ ആവശ്യമായ പ്രവർത്തനം നടത്തണമെന്ന് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്കൾ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്പോൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സ്വർഗത്തിലെത്തിയ അവസ്ഥയാണ്, ഇത്ര നാളും നരകത്തിലായിരുന്നു. അങ്ങനെ ഒരു അത്ര നരകതുല്യമായ ഒരു സാഹചര്യമായിരുന്നു ഇടതുമുന്നണിയിൽ ഒരു CPM സഹയാത്രികനായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്നത്? അല്ല, ഇന്നലെ ഞാൻ പറഞ്ഞു 5 വർഷക്കാലം ഞാൻ MLA ആയ സമയത്ത് പരിപൂർണ പിന്തുണയും അതോടൊപ്പം തന്നെ നല്ല സമീപനവുമാണ് CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിലൊരു തർക്കമില്ലാത്തൊരു കാര്യമാണ്.
പിന്നീട് ഞാൻ എന്നെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഒരു പരിപാടിയിലും ഒരു വേദിയിലും എന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല. ഇപ്പം മദ്രസ ക്ഷേമനിധി അധ്യാപക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. എന്നോട് 2 കാര്യം പറഞ്ഞിരുന്നു. ഒന്ന്, 2014 തെരഞ്ഞെടുപ്പിൽ ഞാൻ തോൽക്കുമെന്ന് പറഞ്ഞപ്പോൾ തോറ്റാലും പ്രശ്നമില്ല, തിരുവനന്തപുരത്ത് ഒരുപാട് ചുവന്ന ബോർഡ് വെച്ച കാറുണ്ട്, അതിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കാറെടുത്ത് നിങ്ങൾക്ക് ചെയർമാൻഷിപ്പ് എടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വിജയം ലഭിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. പിറ്റേന്ന് ബന്ധപ്പെട്ട ആളുകളൊക്കെ നല്ല ചെയർമാൻഷിപ്പ് തരാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും പിന്നീട് 3 വർഷക്കാലം ഒരു നടപടിയും അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞ വാക്ക് പാലിക്കാതെ എന്നെ ചതിക്കുകയായിരുന്നു. അധികാരത്തിന് വേണ്ടിയല്ല, പക്ഷേ വാക്ക് പറഞ്ഞിട്ട് ചതിക്കുന്നവരോട് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അവരെ അറിയിച്ചിട്ടുള്ളത്. ഈ നിലവിൽ കിട്ടിയ ബോർഡ് അത്ര കാര്യമായൊരു ബോർഡല്ല, അല്ലെങ്കിൽ ഒരു വലിയ പദവിയുള്ള സ്ഥാനമല്ല എന്നൊരു തോന്നലും ഉണ്ടോ? ഇല്ല, ബോർഡ് മദ്രസാധ്യാപകർക്ക് ക്ഷേമം നടത്തുന്ന ഒരു ബോർഡാണ്. അത് ഞങ്ങളെ വിശ്വാസപ്രകാരം വലിയ പ്രതിഫലം കിട്ടുന്ന അല്ലെങ്കിൽ വലിയ സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ബോർഡാണ്. ഇത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ സാധാരണഗതിയിൽ എനിക്ക് നൽകേണ്ട ഒരു ബോർഡല്ല ഈ ബോർഡ്. ഇപ്പോൾ എന്നെ പരാജയപ്പെടുത്തിയിട്ടുള്ള കൊടുവള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് നല്ല ബോർഡ് തുടക്കത്തിൽ തന്നെ കൊടുത്തപ്പോൾ അവരുടെ മുമ്പിലൊക്കെ എന്നെ അപമാനിക്കുകയും എന്നെ പരിഹാസനാക്കുകയും ചെയ്ത ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ എൻ്റെ പ്രതീക്ഷ അന്ന് മുതലേ അസ്തമിച്ചു പോയിട്ടുണ്ട്. ഈ പാർട്ടിയോടുള്ള പ്രതീക്ഷ. ഈ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി CPM LDFും. അങ്ങനെ ഒരു അവസ്ഥ നിലവിലുണ്ടോ? അവർ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നില്ലേ നിലവിൽ? അല്ലെ, വർഗീയത പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അനാവശ്യമായി മലപ്പുറം ജില്ലയെ പരാമർശിക്കുന്നു, മുസ്ലിങ്ങളെ പരാമർശിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ പരാമർശിക്കുന്നു. എന്നാൽ വർഗീയത പറയപ്പെടുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ അവരെ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് വർഗീയതക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു. മതനിരപേക്ഷത നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയാൻ കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി അത്ര കൂടെ കൂട്ടാൻ കഴിയാത്തവരല്ല, അല്ലെങ്കിൽ അവരത്ര കടുത്ത വർഗീയത ഉള്ളവരല്ല എന്നൊരു നിലപാടുണ്ടോ? കാരണം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിരന്തരം CPM പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, CPM ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ സംവിധാനത്തിലാണ്. ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് അധികാരത്തിലൊക്കെ വന്ന ആളുകൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇപ്പോൾ ഒരു വർഗീയത സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതിൽ ഒരിക്കലും അതിനോട് യോജിപ്പ് ഇല്ല എന്നാണ് എൻ്റെ നിലപാട്. കുറച്ച് മതനിരപേക്ഷ നിലപാടുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമി, അങ്ങനൊരു അഭിപ്രായമുണ്ടോ? മതനിരപേക്ഷതയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഒരു മതനിരപേക്ഷത ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണെങ്കിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോകുന്ന
CPIM ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയെ അന്ന് സഹകരിപ്പിക്കില്ലായിരുന്നു. അപ്പം അന്ന് അവർക്ക് മതനിരപേക്ഷത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് CPM അവരെ ചേർത്ത് പിടിച്ചത്. ഇപ്പോൾ ഇവർ UDF ആയിട്ട് ധാരണയിലെത്തിയപ്പോൾ, അല്ലെങ്കിൽ UDF സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ, ജമാഅത്തെ ഇസ്ലാമിക്ക് വർഗീയത ഉണ്ട്, മതനിരപേക്ഷത നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിലോട് യോജിക്കാൻ കഴിയില്ല. ഈ ഒരു മതരാഷ്ട്രവാദം എന്ന ആശയമൊക്കെ അവർ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഇല്ല എന്ന് വിശ്വസിക്കാൻ താങ്കൾക്കാവുമോ? ഈ VD സതീശനൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്, മതരാഷ്ട്രവാദം എന്ന ആശയം ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണ് താങ്കളും കരുതുന്നത്? അല്ല, 100% VD സതീശൻ പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിക്കാനുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളൊക്കെ വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ ഈ മലപ്പുറത്തെ അദ്ദേഹം അധിക്ഷേപിച്ചു പറയുന്ന ഒരു PR പ്രാക്ടീസ് എന്നൊക്കെ പിന്നീട് വിശദീകരണം വന്നെങ്കിലും അത്തരം കാര്യങ്ങളുമൊക്കെ തിരിച്ചടിയായോ? താങ്കളുടെ ഈ പിന്മാറ്റത്തിന് പിന്നിൽ അത്തരം ചില കാര്യങ്ങളും ഉണ്ടോ? അല്ല, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം അത് തള്ളി പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി സാധിക്കില്ല. എന്നാൽ പല ഘട്ടങ്ങളിലും അത്തരമൊരു നിലപാടിലേക്ക് മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് എത്തുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് ഇതൊക്കെ നിയന്ത്രിച്ച് വഷളാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചേർത്ത് പിടിക്കുന്നതിനും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിനും നല്ല സമീപനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വഷളാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ PV അൻവർ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അന്ന് ആദ്യഘട്ടത്തിൽ താങ്കൾ PV അൻവറിനെ പിന്തുണച്ചിരുന്നു. അതായത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ PV അൻവർ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ പിന്തുണച്ചിരുന്നു. അത് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂലമാണോ, അല്ലെങ്കിൽ അന്ന് അൻവറിനെ പിന്തുണയ്ക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അല്ല, മുഖ്യമന്ത്രിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് അൻവറിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മുഖ്യമന്ത്രിയെ പോലും വഷളാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള മതിപ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്ന് ഞാനും അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. അൻവർ ഇപ്പോൾ മത്സരിക്കുന്നത് ബേപ്പൂരിലാണ്. റിയാസിനെതിരെയാണ് മത്സരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഈ PTA റഹീമുമായി ചേർന്ന് ഈ പദ്ധതി അട്ടിമറിച്ചതിന് പിന്നിൽ റിയാസുമുണ്ട്. മന്ത്രി റിയാസിന്റെ പങ്ക് എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, റിയാസിന് ഇതിൽ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം റിയാസിന് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റികളും PTA റഹീം അവരുടെ പാർട്ടിക്കാരും മന്ത്രി റിയാസിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ പദ്ധതി അട്ടിമറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വയം അദ്ദേഹം ഈ പദ്ധതികളൊക്കെ അട്ടിമറിക്കാൻ മുമ്പോട്ട് വന്നിട്ടുള്ളതല്ല. അദ്ദേഹം പാർട്ടി പറഞ്ഞതിനനുസരിച്ച്, അതേപോലെ കൊടുവള്ളിക്കാരനായിട്ടുള്ള MLA പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഒരു പദ്ധതി അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിജസ്ഥിതി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ലേ റിയാസ് മന്ത്രി? തീർച്ചയായും ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം പാർട്ടിയും ഈ ഞാൻ പറഞ്ഞ കൊടുവള്ളിക്കാരനായിട്ടുള്ള MLAയും വളരെ വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവരെ അവഗണിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കാൻ സ്വാഭാവികമായിട്ടും മന്ത്രിക്ക് സാധിക്കില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമണങ്ങളൊക്കെ ഇപ്പോൾ വലുതായിട്ട് നടക്കുന്നുണ്ട്. കാരണം സൈബർ ഇടങ്ങളാണ്. അതായത് 10 വർഷമായി കൂടെ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. താങ്കൾ ഇന്നലെ പറഞ്ഞു 51 വെട്ടുന്ന കാര്യമൊക്കെ പറയുന്നു. പക്ഷേ ഇത്ര നാൾ നിന്നത് ആ ഒരു മുന്നണിയിൽ തന്നെ ആയിരുന്നു. അത്തരം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നവരെ എങ്ങനെയാണ് താങ്കൾ നോക്കുന്നത്? ഇല്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 10 വർഷം ഞാൻ ആ പാർട്ടിയുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോയപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ എന്നെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ അവരെ ഒരിക്കലും എനിക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. അവരെന്നോട് കാണിച്ച സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ ജീവിതത്തിൽ മറക്കാനും സാധിക്കില്ല. എന്നാൽ ഉയ്ക്കുത്തുകളായിട്ടുള്ള ചില നേതാക്കന്മാർ, ചില പ്രവർത്തകന്മാരും എനിക്കെതിരെ പല സമയങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പടക്കം പൊട്ടിക്കുന്നതും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്കെതിരായിട്ട് പറയുന്നതും എൻ്റെ പിതാവിൻ്റെ പിതാവിനെയും ഒക്കെ തന്നെ പറയുന്നതൊക്കെ. അതിലൊന്നും എനിക്ക് പ്രയാസമില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ മാറിയാൽ അതൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ തള്ളിക്കളയാണ്. ഈ താങ്കൾ മാത്രമല്ല, CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ജി സുധാകരൻ പാർട്ടി വിട്ടിട്ട് അധിക ദിവസമായില്ല. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു. എസ് രാജേന്ദ്രൻ മുന്നിലെ MLA, താങ്കളൊക്കെ ഉള്ളപ്പോൾ ഉള്ള MLA ആണ്. അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. മുകുന്ദൻ എന്ന CPI-യുടെ നേതാവ് BJP ആളായി മത്സരിക്കുന്നു. ശശി, താങ്കൾ അടക്കം നിലപാടെടുത്തിട്ടുള്ളതാണ്, അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരാണ്, ഐഷ പോറ്റി, അങ്ങനെ ഒരുപാട് പേരാണ് CPM-ൽ നിന്നും ഇങ്ങനെ ദീർഘനാളുകളായി CPM-നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ, പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ളവർ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നു. അവർ മറ്റു പാർട്ടികളിലെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. എങ്ങനെ കാണുന്നു? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ മാറാനുണ്ടായ സാഹചര്യം ചേർത്ത് പിടിക്കുന്നതിൽ CPM-ന് പറ്റിയിട്ടുള്ള ഒരു വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് CPM-ന് വേണ്ടി ഞാനൊക്കെ MLA ആയ സമയത്ത് നിയമസഭയിൽ വളരെയധികം പോരാടിയിട്ടുള്ള സഖാവ് ജി സുധാകരൻ, പി ശശി, ആയിഷ പോറ്റി, രാജേന്ദ്രനൊക്കെ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ നിലപാടുകൾ വളരെ ശക്തമായി നിയമസഭയിൽ പറയുകയും അതിനാവശ്യമായുള്ള പ്രവർത്തനം പുറത്ത് നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അവർക്ക് എന്തെങ്കിലും അയോഗ്യതകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അവരൊക്കെ കൂടെ നിർത്തേണ്ടത് പാർട്ടിയുടെ കെട്ടുറപ്പിന് ഒരാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതായിരുന്നു. അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ, അതായത് ചേർത്ത് പിടിക്കുന്നതിൽ CPM പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിഷയം സമൂഹത്തിലേക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന ഇടതുപക്ഷത്തിന് ഇതൊക്കെ തന്നെ ഒരു കനത്ത തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്കൾ പിണറായി വിജയനോട് വ്യക്തിപരമായ അടുപ്പം അല്ലെങ്കിൽ സ്നേഹം, ആദരവൊക്കെ ഇപ്പോൾ ഉണ്ട്, പക്ഷേ നയങ്ങളോട് യോജിപ്പില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ ചില ആളുകളോട് യോജിപ്പില്ല. മൂന്നാം പിണറായി സർക്കാർ വരേണ്ടതില്ല എന്ന് തന്നെയാണ് താങ്കളുടെ അഭിപ്രായം? അല്ല, അതൊക്കെ സംബന്ധിച്ച് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട മുതൽ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എൻ്റെ പിതൃതുല്യനാണ്. പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അത് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ചേർത്ത് പിടിക്കുന്നതിൽ CPM-ന് വലിയ വീഴ്ചകൾ പറ്റിയിരിക്കുന്നു. രണ്ടാം വട്ടം മത്സരിച്ചപ്പോൾ തന്നെ തോൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായി. ഒപ്പം വികസന കാര്യങ്ങൾ അട്ടിമറിക്കുന്ന നീക്കങ്ങളും ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കൃത്യമായൊരു പോംവഴി ഉണ്ടായിരുന്നില്ല. പൊതുപരിപാടികളിൽ പോലും പങ്കെടുപ്പിക്കുന്നുണ്ടായില്ല. അർഹമായ പല സ്ഥാനങ്ങളും നൽകിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ഇനി മാതൃസംഘടനയിൽ തൻ്റെ അവശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഉള്ള പ്രവർത്തനങ്ങളാവും ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യുക എന്നും ശ്രീ കാരാട്ട് സാഖ് പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.